ഹായ്. അപ്പം ഇന്ന് വേറൊരു സൊമാറ്റോ വ്ളോഗായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇന്നും പാരഗണിയിൽ നിന്ന് തന്നെയാണ് തുറക്കാം. പക്ഷെ ഇന്ന് ഞാൻ ഓടുന്നത് എൻ്റെ വേറെ വണ്ടിയിലാണ്, R15 R15 V2 ഉണ്ട് എനിക്ക്. അപ്പം അതിനകത്താണ് ഓടണേ. മറ്റേ വണ്ടിക്ക് ചെറിയൊരു സീൻ കിട്ടുകൊണ്ട് അതിനകത്ത് ഓടാൻ പറ്റില്ല. അപ്പം ഇന്ന് 300 പെട്രോൾ അടിച്ചിട്ടുണ്ട്. മൈലേജും കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് പിന്നെ ഇങ്ങനെ കുനിഞ്ഞിരുന്ന് ഓടിക്കണ്ടേ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. നോക്കാം ഇന്ന് എങ്ങനെ ഉണ്ടാവും നോക്കാം അതിനകത്ത് ഓടിക്കഴിഞ്ഞാൽ. അപ്പം നമ്മുടെ വണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്താണ് ഞാൻ ഓടണേന്ന് പറഞ്ഞില്ലേ. ബാഗ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാഗ് ഇരിക്കും ഇങ്ങനെ ചെരിഞ്ഞിരിക്കും. ആ വണ്ടിയിൽ വെക്കണ പോലെയല്ല. ഇതാകുമ്പോൾ നമുക്ക് ഇത്രയും സ്പേസ് കിട്ടുള്ളൂ ഇരിക്കാനായിട്ട്. അപ്പോൾ നടുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ മെയിനായിട്ടുള്ളൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഹോൾഡർ ഇല്ല. അല്ലെങ്കിൽ നമുക്കിവിടെ ഹോൾഡർ ഫോൺ വെക്കാനായിട്ട്, സൊമാറ്റോൻ്റെ ഫോൺ വെക്കാനായിട്ട് ഹോൾഡർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഹോൾഡർ ഇല്ല. അപ്പോൾ ഫോൺ ഒന്നില്ലെങ്കിൽ പോക്കറ്റിലിടേ. പിന്നെ ഏകദേശം ഹോട്ടലും കാര്യങ്ങളൊക്കെ അറിയാം അങ്കമാലിയിലത്തെ. പിന്നെ കസ്റ്റമറുടെ ലൊക്കേഷൻ നമുക്ക് ഒന്ന് മുൻകൂട്ടി നോക്കി പിന്നെ റെഡിയാക്കി വെച്ച് കൊണ്ടുപോകേണ്ടി വരും. അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉള്ളൂ. ഇതിപ്പോൾ ഇവിടെ എന്തോ പേരങ്ങളിൽ എന്തോ ചായക്കട എന്തോ പോലത്തെ ഒരു സെറ്റപ്പ് ടീ വാഗൻ പോലെ എന്തോ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതാണ് കാണിക്കണേ. അപ്പോൾ നല്ല വെയിലുണ്ട് ഇന്ന്. ഇന്നലെ നല്ല വെയിലുണ്ടായി, ഇന്ന് നല്ല വെയിലുണ്ട്. പിന്നെ എങ്ങനെ ഉണ്ടാവും നോക്കാം. ഇവിടെ കാര്യമായിട്ട് തിരക്കൊന്നും കാണാനില്ല. അല്ലെങ്കിൽ ഇത് ഈ ഏരിയയിലൊക്കെ നിൽക്കാൻ പറ്റില്ല, നിറച്ച ആൾക്കാരായിരിക്കും. പക്ഷെ കാറൊക്കെ കിടക്കുന്നുണ്ട് ഒരുപാട്. ഇന്ന് തിരക്കില്ല. അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ നിൽക്കും ആൾക്കാർ. കാരകണ്ട റെസ്റ്റോറൻറ്റ് ഇവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ തിരക്കായിരിക്കും. എന്തെന്നാണ് ഒരു ഇത് നമുക്ക് സ്ഥിരമായിട്ട് നമ്മുടെ വെയിറ്റിംഗ് ഏരിയയിൽ തന്നെ പോയിരിക്കാം. ഇവിടെയാണ് ഞാൻ ഇരിക്കാറ്. സ്ഥലം കണ്ട അവിടെ കുറച്ച് കസേര കിട്ടുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇവിടേക്ക് ആരും വരുമൊന്നുമില്ല. അങ്ങനെ സമാധാനമായിട്ട് ഇരിക്കുക ഇവിടെ. ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട് അങ്ങനെ. പക്ഷേ എന്നും അടിക്കണ പോലെ പാരഗണി നല്ല അടിച്ചേക്കണേ. സാക്കി മന്തി എന്ന് പറഞ്ഞ ഇത് ഇവിടെ കറുകുറ്റിയിലുള്ളൊരു ഹോട്ടലാണ്. അവിടെ നിന്ന് അടിച്ചേക്കണേ. അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് പോവാ. ഓർഡറില്ലാണ്ട് വിട്ടിരുന്ന് ഞാൻ തെറിയും. അങ്ങനെ ഫസ്റ്റ് ഓർഡർ അടിച്ച് വന്നതാലത് അവതാളത്തിലായി. ടാറോടി നടക്കാണ്ട് ആ ഏരിയയിലേക്ക് പോകാൻ പറ്റില്ല. ഞാൻ എന്ത് ചെയ്ത്, ഞാൻ കസ്റ്റമർ വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ പറ്റും, അവിടെ ടാറോടിയാന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞില്ല കുഴപ്പമില്ല ഞങ്ങൾ വരാം, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. എൻ്റെ കാലൊക്കെ ഇരിക്കണ ഈ കാലുമൊക്കെ ടാറായി. ഞാൻ അതിൽ കൂടെ നടന്നു വന്നിട്ട് പകുതി വരെ അവർക്ക് അവിടെ കൊണ്ടുവന്ന് കൊടുത്തു. പകുതി അവർ വന്നു, പകുതി ഞാൻ ആ ടാറിൽ കൂടെ നടന്നു പോയി. അപ്പം ഇന്നത്തെ അവസ്ഥ അണ്ടി കളഞ്ഞ എൻ്റെ പോലെയായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഓടാൻ പറ്റിയില്ല. ഇന്ന് ഓട്ടം മുടങ്ങി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഓടാൻ പറ്റണില്ല. നമ്മൾ വിചാരിച്ച പോലെ അത്ര എളുപ്പമല്ല ഇതിനകത്ത് ഓടുന്ന കാര്യം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഗ് വെക്കാൻ പറ്റണല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, കോളേജ് ബാഗ് ഉണ്ട് എൻ്റെ. അപ്പോൾ ഈ ബാഗ് എടുത്തിട്ട് ഇതിനകത്ത് ഓടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിനകത്തും ഓടൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഓർഡറൊക്കെ വരുമ്പോൾ ഇത് ബാഗ് ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് കിടക്കും. പിന്നെ നമ്മളതിങ്ങനെ തോളത്തിട്ട് കൊണ്ടുപോകണം. വണ്ടിയുമ്പോൾ നമുക്ക് കെട്ടി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെയിറ്റ് അറിയില്ല. തോളത്തിടുമ്പോൾ ഭയങ്കര വെയിറ്റ് വേനെടുക്കുന്ന തോളൊക്കെ ഉണ്ടാകും. നടുവേന. പിന്നെ ഇനിയിപ്പോൾ തോളും കൂടി വേനെടുത്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവില്ലേ. അങ്ങനെ ഞാൻ ഈ ബാഗ് കണ്ട ഇത് ഇതേപോലെ കെട്ടി വെച്ചിട്ട് ഈ വേറെ കോളേജ് ബാഗിൽ ഓടാന്നാണ് വിചാരിച്ചത്. എന്നിട്ടും കാര്യങ്ങൾ നടപടിയാവുണ്ടായിരുന്നില്ല. പിന്നെ ഹോൾഡർ ഇല്ല അവിടെ. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പവർ ബാങ്ക് ഞാൻ വെക്കണത് ഇങ്ങനെയുള്ളൊരു ഒരു ബാഗ് ഉണ്ടാവും മറ്റേ ചെറിയ വണ്ടിയിൽ. അപ്പം അതിനകത്തും വെക്കാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതില്ല, ഹോൾഡറില്ലാത്ത ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഫോൺ ഇങ്ങനെ കഴുത്തിൽ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടുകൊണ്ട് ഓടിക്കേണ്ടി വരും. അപ്പോൾ പിന്നെ അത് മാപ്പ് നോക്കാനും എടുത്ത് പെരുമാറാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പിന്നെ അതും പറ്റണില്ല. അങ്ങനെ ഓടണവരുണ്ട് കേട്ടോ. V2 ഓടണവരുണ്ട്, V3 അങ്ങനെ സീറ്റ് പൊങ്ങിയിരിക്കണ വണ്ടിയുമൊക്കെ ഓടണവരുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറ്റണില്ല. ഞാൻ ആ മറ്റേ ചെറിയ വണ്ടിയുമേ ഡ്യൂലക്സ് ഓടി ശീലമായതുകൊണ്ടാണ് തോന്നുന്നത്. അത് എനിക്ക് ഭയങ്കര കംഫർട്ട്. അത് മറ്റേ നമുക്ക് പവർ ബാങ്ക് ഇടാനായിട്ടുള്ള ടാങ്കിൻ്റെ മേളിലൊരു ബാഗ് ഉണ്ട്, പിന്നെ ഹോൾഡർ ഉണ്ട്, പിന്നെ വണ്ടി കംഫർട്ടാണ് ഓടിക്കാനായിട്ട്. പിന്നെ നമുക്ക് ബാഗ് കെട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വെയിറ്റ് അറിയില്ലല്ലോ. അപ്പം അങ്ങനെ കുറച്ച് ഇതുണ്ട്. ഇപ്പം ഇതിനകത്ത് ഓടാൻ പറ്റണില്ല. അപ്പോൾ ഇന്നത്തെ ഓട്ടം മുടങ്ങി. അപ്പം 3 ഓർഡർ കൊടുത്തപ്പോഴേക്ക് നമുക്ക് ഓടാൻ പറ്റാണ്ടായി. ഒരു സുഖമില്ലാണ്ടായി ഓടാൻ. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ വീട്ടിൽ പോകാമെന്ന് വെച്ചു. ഇനിയിപ്പോൾ ആ വണ്ടി കിട്ടിയിട്ട് ഓടാം, അല്ലാണ്ട് വേറെ നിവൃത്തിയൊന്നുമില്ല.